കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വർദ്ധിച്ചു വരുന്ന വ്യാജ പരാതികൾ, ഭർത്താവിനെതിരെ ഭാര്യയും ഭാര്യയ്ക്കെതിരെ ഭർത്താവും കൊടുക്കുന്ന പ്രത്യേകിച്ച് തെളിവുകളോ ഒന്നുമില്ലാതെയുള്ള വ്യാജ പരാതികൾ കോടതികളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കെതിരെ വരുന്ന കേസ് വ്യാജമാണ് എന്ന് 100% ഉറപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അതിലാദ്യത്തെ ഒന്നാണെന്ത് IPC 177 അല്ലെങ്കിൽ BNS 212. അതായത് ഫർണിഷിംഗ് ഫോൾസ് ഇൻഫോർമേഷൻ, തെറ്റായ വിവരം കൊടുത്താൽ ഈ സെക്ഷൻ ഉപയോഗിക്കാം. രണ്ടാമതാണ് IPC 182 അല്ലെങ്കിൽ BNS 217 എന്ന് പറയുന്നത്. അതായത് ഫോൾസ് ഇൻഫോർമേഷൻ വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് പബ്ലിക് സർവൻറ്റ് ടു യൂസ് ഹിസ് ലോഫുൾ പവർ ടു ദി ഇഞ്ചുറി ടു അനദർ പേഴ്സൺ എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. മൂന്നാമതായിട്ട് വരുന്നത് IPC 191 അല്ലെങ്കിൽ BNS 227, അതായത് ഗിവിംഗ് ഫോൾസ് എവിഡൻസ്. നാലാമതായിട്ട് IPC 193 അല്ലെങ്കിൽ 229 പണിഷ്മെൻറ്റ് ഫോർ ഫോൾസ് എവിഡൻസ് എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് IPC 195 അല്ലെങ്കിൽ BNS 231, അതായത് ഗിവിംഗ് ഓർ ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് വിത്ത് ഇൻറ്റൻറ്റ് ടു പ്രൊക്യൂർ കൺവിക്ഷൻ ഓഫ് ഓഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ. ആറാമതായിട്ട് IPC 199 അല്ലെങ്കിൽ BNS 236, അതായത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ഇൻ ഡിക്ലറേഷൻ വിച്ച് ഈസ് ബൈ ലോ റിസീവബിൾ ആസ് എവിഡൻസ്. ഏഴാമത് IPC 2120B, അത് BNSലാകുമ്പോൾ BNS 61 Clause 1 കോൺസ്പിറസിയാണ്. എട്ടാമതായിട്ട് വരുന്നത് IPC 200 അല്ലെങ്കിൽ BNS 237, എന്തിനാണ് യൂസിങ് ആസ് ട്രൂ സച്ച് ഡിക്ലറേഷൻ നോയിങ് ഇറ്റ് ടു ബി ഫോൾസ് എന്ന് പറയുന്നത്. ഒമ്പതാമതായിട്ട് നമുക്ക് CRPC 340 പെർജുറി എന്നുള്ള സെക്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പത്താമതായിട്ട് IPC 203 അല്ലെങ്കിൽ BNS 240, അതായത് ഗിവിംഗ് ഫോൾസ് ഇൻഫോർമേഷൻ റെസ്പെക്റ്റിംഗ് ആൻ ഓഫൻസ് കമ്മിറ്റഡ്. 11ാമതായിട്ട് IPC 211 അല്ലെങ്കിൽ BNS 248, അതായത് ഫോൾസ് ചാർജ് ഓഫ് ഓഫൻസ് മെയ്ഡ് വിത്ത് ഇൻറ്റൻറ്റ് ടു ഇൻഷ്യൂർ എന്നുള്ളത്. 12ാമതായിട്ട് IPC 499 അല്ലെങ്കിൽ 500. BNSൽ വരുമ്പോൾ അതെന്താണ് 499 500 കൂടി ഒന്നായിട്ട് 356 ക്രിമിനൽ ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ സെക്ഷൻസ് പ്രകാരം ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് ആ സെക്ഷൻ പ്രകാരം എന്ത് ചെയ്യാൻ, നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തവരെ അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഈ എന്താ പറയുക, ഈ 498 അല്ലെങ്കിൽ DV കേസ് പോലുള്ള സംഭവങ്ങളിലേക്കും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സെക്ഷൻസൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.